നമസ്കാരം. സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് ഫൈബർ എൻ്റർപ്രൈസസ് ACV അവതരിപ്പിക്കുന്ന ഫുട്ബോൾ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ 3 മത്സരങ്ങൾ. ആദ്യ മത്സരം ഇംഗ്ലണ്ട് DR കോങ്കോയുമായി നടന്ന മത്സരമാണ്. തൊട്ട് പുറകെ ബെൽജിയം സെനഗൽ മത്സരം, അതിനുശേഷം ആതിഥേയരായ USA മത്സരിച്ചു സാക്ഷാൽ ബോസ്നിയക്കെതിരെ. ഈ 3 മത്സരങ്ങളുടെ വിശകലനം ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് സുദേശാണ്. സ്വാഗതം സുദേശ്. സുദേശ്, ആദ്യ മത്സരം DR കോങ്കോയും അതുപോലെ ഇംഗ്ലണ്ടും തമ്മിലായി. ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ ആദ്യം ഒന്ന് വിറപ്പിച്ച കോങ്കോ എന്ന് തന്നെ പറയണം. ഞെട്ടിച്ചു കളഞ്ഞു ആദ്യ പകുതിയിൽ. 1 ഗോളിൻ്റെ ലീഡോട് കൂടിയാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. അതിൽ 7-ാം മിനിറ്റിൽ തന്നെ ബ്രയാൻ സിപങ്കയിലൂടെ DR കോങ്കോ ലീഡെടുത്തു. അതായത് ചാൻസൽ എംബാബെ നൽകിയ ഒരു സുപ്രധാനമായ ക്രോസ്, അത് കൃത്യമായി വലയ്ക്കുള്ളിലാക്കുകയായിരുന്നു ഇന്നലെ സിപങ്ക. അദ്ദേഹത്തിൻ്റെ 7-ാം മിനിറ്റ് ഗോൾ ശരിക്കും ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. അറ്റ്ലാന്റയിൽ നടന്ന മത്സരം ഒരുപക്ഷെ ഒരു അട്ടിമറിയിലേക്ക് പോകുമോ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആദ്യ പകുതി അവസാനിച്ചത്. അതിനുശേഷമാണ് ക്യാപ്റ്റൻ്റെ മികച്ച പ്രകടനം നമ്മൾ കാണുന്നത്. 2-ാം പകുതിയിൽ എപ്പോഴും സുദേശ് പറയാറുള്ള ഒരു B പ്ലാനോടുകൂടി ടച്ചൽ ടീമിനെ ഇറക്കുന്നു. അതിൽ അവർ ലക്ഷ്യം കാണുന്നു. 2 പ്രാവശ്യം അടുപ്പിച്ച്, അവസാന നിമിഷങ്ങളിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് ഗോൾ നേടിക്കൊണ്ട് ഹാരി കെയ്ൻ താൻ ഇന്നും ലോകത്തിലെ മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണെന്ന് തെളിയിക്കുന്ന പ്രകടനം, അത് അവസാന 16-ൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ട് ഇനി മെക്സിക്കോയെ നേരിടും. ഒരുപക്ഷെ ആഫ്രിക്കൻ ടീമുകളെല്ലാം ഒന്നൊന്നായി പുറത്താകുന്ന കാഴ്ചയാണ് ഇപ്പോൾ റൗണ്ട് ഓഫ് 32-ൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് ആതിഥേയത്വം വഹിക്കുന്ന മൊറോക്കോ മാത്രം. ആ മൊറോക്കോയെ നേരിടുന്നത് സാക്ഷാൽ ഇംഗ്ലണ്ട്. ഇന്നലത്തെ പ്രകടനം എങ്ങനെയാണ്? ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം കോങ്കോയുമായി ഉള്ള പ്രകടനത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇന്നലെ ഒരു വ്യത്യസ്തമായൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഇംഗ്ലീഷ് ടീമിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഇംഗ്ലണ്ട് പല ലോകകപ്പുകളിലും അവർക്ക് ഏറ്റവും നല്ല നിരയുമായി വരുന്നു, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടഫായി ലീഗ് കളിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന നല്ല മിടുക്കന്മാരായ താരങ്ങളുമായിട്ട് വരും. പക്ഷേ അവർക്ക് ഒരു ലോകകപ്പ് കിരീടം 66-ന് ശേഷം ആ കിരീടത്തിന് അടുത്തെത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മയായിട്ട് എന്നും പറയുന്നു. പക്ഷേ ഇന്നലത്തെ ഇംഗ്ലണ്ട് കോങ്കോയ്ക്കെതിരെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ വഴങ്ങുന്നു. അങ്ങനെ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് വന്ന പൊതുവെ ദുർബലരെന്ന് കരുതുന്ന ഒരു ടീമായിരുന്നു കോങ്കോ. പക്ഷേ ആ ടീമിൽ വാൻ ബിസാക്കിയെ പോലുള്ള വിസയെ പോലുള്ള ഗോൾ നേടിയ സെമ്പഗയെ പോലുള്ള ഏറ്റവും മികച്ച കളിക്കാരുണ്ട്. അവരുടെ ഫിസിക്കൽ അഡ്വാൻറ്റേജും ഒപ്പം തന്നെ അവരുടെ കളി മികവും ചേർത്ത് നല്ല രീതിയിൽ ഇംഗ്ലണ്ടിനെതിരെ ആക്രമിച്ച് കളിക്കാൻ ശ്രദ്ധിച്ചു. അവിടെ ഇംഗ്ലണ്ടിന് ആദ്യഘട്ടത്തിൽ തീർത്തും അടിപതറാണ് ചെയ്തത്. അല്ലെങ്കിൽ അവർക്ക് തങ്ങളുടെ കളിയുടെ ഒരു താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ താങ്കളിവിടെ പറഞ്ഞതുപോലെ തന്നെ ട്വിച്ചിൽ 2-ാം പകുതിയിൽ വരുന്ന മാറ്റങ്ങൾ, സാക്ക വരുന്നതായാലും പിന്നീട് ഗോർഡൻ വരുന്നു, അല്ലെങ്കിൽ ഡെക്ലൻ റൈസ് വലത് വിങ്ങിലേക്ക്, മധുക്കോയ്ക്ക് വേണ്ടത്ര പന്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഡെക്ലൻ റൈസ് വലത് വിങ്ങിലേക്ക് മാറുന്നു. ഇത്തരത്തിൽ ഒരു തന്ത്രം മാറ്റി, പൂർണ്ണമായിട്ടും ഒരു തന്ത്രം മാറ്റിയ ഒരു ഇംഗ്ലണ്ടിനെയാണ് കണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ജയിക്കണമെന്ന വാശിയോടെ ഇംഗ്ലണ്ട് കളിച്ചു. അത് ബെല്ലിംഗ്ഹാമിനെ പോലുള്ള താരങ്ങളുടെ ഏറ്റവും നിർണായകമാണ്. ബെല്ലിംഗ്ഹാമിനെ ഒരു എക്സ്ട്രാ സ്പിരിറ്റാണ് കളത്തിൽ. അത് എനിക്ക് തോന്നുന്നത് റയൽ മാഡ്രിഡിൽ പോലും അദ്ദേഹം പലതവണ കാണിച്ചിട്ടുള്ളതാണ്. ചില കളികളിൽ ഫോമൗട്ടാണെങ്കിൽ പോലും നല്ല പ്രതിഭയുള്ള നല്ലൊരു താരമാണ് ബെല്ലിംഗ്ഹാം. ഒരു കളി നിയന്ത്രിക്കാൻ പോകുന്ന ശേഷിയുള്ള ഒരു താരമാണ്. അത് അതെ, ഫിസിക്കലി ആയാലും അത് ടെക്നിക്കലി ആയാലും പെർഫെക്റ്റ് ആയ ഒരു ഫുട്ബോളറാണ്. അതാണ് താങ്കൾ പറഞ്ഞ പോലെ ഒരു സമ്പൂർണ്ണ ഫുട്ബോളർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബെല്ലിംഗ്ഹാം കഴിഞ്ഞ മത്സരത്തിലും ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിൽ ബെല്ലിംഗ്ഹാമിൻ്റെ പ്രകടനം നിർണായകമാവുകയാണ്. ഇന്നലെ ബെല്ലിംഗ്ഹാമിന് ഏറ്റവും നല്ല നിലയിൽ കളിക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഗോർഡനെ പോലുള്ള താരങ്ങൾ വന്നു, സാക്കയും വരുമ്പോൾ ഇംഗ്ലണ്ട് കുറേ കൂടെ അഗ്രസീവായി കളിക്കുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നു, ഗോള് വേണമെന്നുള്ളൊരു വാശി വരുന്നു. എന്നാൽ ഈ വാശി എല്ലാം ഉണ്ടെങ്കിലും ഒരു ഫിനിഷർ ആവശ്യമായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്കെല്ലാം അറിയാം, ലോക ഫുട്ബോളിൽ ഇന്ന് അവശേഷിക്കുന്ന അപൂർവം
സെൻട്രൽ സ്ട്രൈക്കർമാരിൽ ഒരാളായ ഹാരി കെയ്ൻ എന്തുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തനാകുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചൊരു ഹെഡർ. ആ ഹെഡറിന് മുമ്പായാലും അതിന് പിന്നീടുള്ള ഗോളായാലും നമുക്കറിയാം പന്ത് ചോദിച്ച് മേടിക്കുകയാണ്. ഹെഡറിന് വേണ്ടി ഗോർഡൻ കൊടുക്കുന്ന പാസ് അത് ചോദിച്ചു വാങ്ങുന്നു അനായാസം. അതിനു മുമ്പ് ഏറ്റവും ഫോമിലായിരുന്നു കോങ്കോയുടെ ഗോളി. എംബസിയെ കുറിച്ച് ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച ഗോളി തീർച്ചയായിട്ടും അതെ അതെ പറയാതിരിക്കാൻ പറ്റില്ല. 2 ഗോളുകൾ അവസാനം ബെല്ലിംഗ്ഹാം കളിക്ക് ഇടയിൽ പോലും വീണ് കിടക്കുന്ന എംബസിയെ പോയി അഭിനന്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതെ 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 അത് അത്രത്തോളം മികവ് കാണിച്ചൊരു ഗോൾ കീപ്പർ. അദ്ദേഹത്തിൻ്റെ മികവിൽ ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ നീക്കങ്ങളും പതറിപ്പോകുന്ന ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ലോക ഫുട്ബോളിലെ മുൻനിര സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ട് ഞാൻ മാറുന്നതെന്ന് ഹാരി കെയ്ൻ തെളിയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോൾ കംപ്ലീറ്റ് ഒരു പ്രതിഭയ്ക്ക് മാത്രം സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഗോൾ പോസ്റ്റിലേക്ക് നോക്കുക പോലും ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നോക്കിയിരിക്കാം, എന്നാലും ഷോട്ട് എടുക്കുന്ന അവസരത്തിൽ അങ്ങോട്ട് നോക്കാതെ മാത്രമല്ല നേരെ സൈഡിൽ കൂടെ സൈഡ് ആംഗിളിലാണ്. അതെ അതെ തീർച്ചയായിട്ടും 4ഓളം ഡിഫൻഡർമാർ 2 പേർ അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്നു. മറ്റു ഡിഫൻഡർമാർ നിരന്ന് നിൽക്കുമ്പോൾ അതിനിടയിലൂടെയാണ് കൃത്യമായി ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന ധാരണയോടുകൂടി എംബസിയെ പോലെ ഒരു ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ അദ്ദേഹം ഗോൾ നേടുന്നത്. അല്ല ശരിക്കും ആ ഒരു ടേണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് അനായാസമാണ് ഹാരി കെയ്ൻ്റെ കാലിൽ നിന്ന് വലയിലേക്ക് പോയത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഗോളാണെന്ന് നമുക്ക് പറയാം. അത് ഒരു അവസരം തട്ടിത്തെറിപ്പിച്ച ശേഷം പിന്നീട് മടങ്ങി വരുന്നൊരു പന്താണത്. അത് ഹാരി കെയ്ൻ സ്വന്തം മികവ് കൊണ്ട് തന്നെ ഒരു ഗോൾ പോസ്റ്റിന് സമാന്തരമായിട്ട് ഓടിയിട്ട് അദ്ദേഹം തൊടുക്കുകയാണ് ആ ഷോട്ട്. അതിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷ് എന്ന് പറയാവുന്ന രീതിയിലാണത്. തീർച്ചയായും അല്ല സുദേശ് അതിന് ചേർത്ത് എടുത്തു പറയേണ്ടത് 2 ഗോളിൻ്റെയും അസിസ്റ്റ് ഗോർഡനാണ്. അതെ തീർച്ചയായിട്ടും അതാണ് ഗോർഡൻ. നമുക്കറിയാം ഇപ്പോൾ യുവതാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഇംഗ്ലണ്ടിൻ്റെ. ഏറെ ഭാവിയുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു താരം. എന്നാൽ ആദ്യത്തെ 1-2 മത്സരങ്ങൾ ട്വിച്ചറിൽ ആദ്യ 11-ൽ ഇറക്കി. പക്ഷേ ഗോർഡന് വേണ്ടത്ര അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. ലോകകപ്പ് പോലെ ഒരു വേദി ആയതുകൊണ്ടായിരിക്കാം, ഒരു തുടക്കക്കാരൻ്റെ പരിഭ്രമം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നലെ സബ്ബായി വരുന്നു, അദ്ദേഹം 2 അസിസ്റ്റ് നൽകുന്നു, ഒപ്പം തന്നെ നല്ല പ്രകടനവും കാഴ്ചവെക്കുന്നു. ഒപ്പം തന്നെ ഹെൻഡേഴ്സന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇതിൽ അല്പമെങ്കിലും മങ്ങിയതായി എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ശരിക്കും റാഷ്ഫോർഡ് പലപ്പോഴും ഗ്രൗണ്ടിലും ഇല്ല എന്നുള്ള നിലയ്ക്ക് തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1-2 ഷോട്ടുകളല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. ഏറെ നാളിന് ശേഷമാണ് ഫസ്റ്റ് 11-ൽ റാഷ്ഫോർഡിനെ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അതിനോട് നീതി കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ചെയ്തില്ല. അതെ അതെ തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ റാഷ്ഫോർഡിനെ പോലെ ഒരു മുന്നേറ്റക്കാരനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കോങ്കോ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സാക്കിയ പോലുള്ളവർക്കായാലും മറ്റ് ഹാരി കെയ്നായാലും കുറച്ചൊരു ഫ്രീഡം കിട്ടും. റാഷ്ഫോർഡിനെ എന്തായാലും നമ്മൾക്ക് കളിയിൽ മികവ് കാണിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എതിർ ടീം ഒരു പരിഗണന നൽകും. ഇപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ നിരയിൽ എൻട്രിക്ക് ഇറങ്ങിയത് കണ്ടിരുന്നു. എൻട്രിക്ക് കളിയിലൊന്നും കാണിച്ചില്ല, പക്ഷേ എൻട്രിക്കിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി മറ്റു താരങ്ങൾ പോകുന്നതിനിടയിലാണ് മറ്റുള്ളവർക്ക് സ്പേസ് കിട്ടുന്നത്. അത് നിർണായകമാണ്. അതൊക്കെ ഇപ്പോൾ മോഡേൺ ഫുട്ബോളിലെ നമ്മൾക്ക് ശരിയെല്ലാം തോന്നുന്ന അല്ലെങ്കിൽ കളി കാണുന്നവരെ ആവേശഭരിതരാക്കാത്ത ചില തന്ത്രങ്ങളുണ്ട്. അതിന്റെ ഒരു സൂത്രധാരനാണ് റാഷ്ഫോർഡ്. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ലെഫ്റ്റ് വിങ്ങിലായിരിക്കും കളിക്കുന്നത്, കുറച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ കളിക്കുന്നതാണ്, അതിനുശേഷം റൈറ്റിലോട്ട് പോകുന്നതാണ്. എപ്പോഴാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്ന് അതാണ് റാഷ്ഫോർഡിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇന്നലെ തോന്നിയത്. പക്ഷേ റാഷ്ഫോർഡിന്റെ മികച്ച പ്രകടനം ഇന്നലെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്നലെ കളി വിലയിരുത്തുമ്പോൾ റാഷ്ഫോർഡിന്റെ നിലവാരത്തിനൊത്ത് റാഷ്ഫോർഡ് കളിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ അതിന് പകരം ഇന്നലെ ഇപ്പം ഗോർഡനെ പറ്റി സുദേശ് പറഞ്ഞത് വളരെ ശരിയാണ്. വന്ന ഉടനെ തന്നെ ആ ഇംഗ്ലണ്ട് ടീമിൽ ആകെ ഒരു മാറ്റം വരുത്തിയ പ്ലെയറാണ് ഗോർഡൻ. അങ്ങനെ ഗോർഡൻ്റെ അസിസ്റ്റിൽ 2 ഗോളുകൾ ഹാരി കെയ്ൻ നേടി ഇംഗ്ലണ്ട് മത്സരം സ്വന്തമാക്കുന്ന കാഴ്ചയാണ്. അടുത്ത എതിരാളി മെക്സിക്കോ, മറ്റൊരു ആഫ്രിക്കൻ കൺട്രി, മാത്രമല്ല ആതിഥേയരും കൂടിയാണ്. ആ മെക്സിക്കോവുമായിട്ടുള്ള കളിയാണ് ഇനി ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം. ആ കടമ്പ കടന്നാൽ മാത്രമാണ് അവർക്ക് അവസാന 4ലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്വാർട്ടർ മത്സരം മെക്സിക്കോയ്ക്കെതിരെ ഇംഗ്ലണ്ട് മത്സരിക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. രണ്ടാമത്തെ മത്സരം ഒരുപക്ഷെ ഇന്നലത്തെ മത്സരങ്ങളിൽ ഏറ്റവും മികച്ച മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല 5 ഗോളുകൾ പിറന്ന മത്സരം. ശരിക്കും മത്സരം ഒരുപക്ഷെ സെനഗൽ ബെൽജിയത്തെ അട്ടിമറിക്കുമോ എന്ന് തീർച്ചയായും തോന്നിയ ഒരു മത്സര ക്രമമായിരുന്നു ഇന്നലെ നടന്നത്. പക്ഷേ മത്സരത്തിൻ്റെ അവസാനം ബെൽജിയം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ്.
ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു റൂഡി ഗാർസിയ മഞ്ഞക്കാട് പോലും കണ്ടു. അതെ, ഇന്നലെ പരിശീലകനൊരു മഞ്ഞക്കാട് ഇന്നലെയും കണ്ടു. കഴിഞ്ഞ ദിവസം 2 പരിശീലകരും മഞ്ഞക്കാട് കണ്ടിരുന്നു. ഇന്നലെ റൂഡി ഗാർസിയ മഞ്ഞക്കാട് കണ്ടിരുന്നു. അതിനുശേഷം 86-ാമത്തെയും 89-ാമത്തെയും മിനിറ്റിൽ ലുക്കാക്കയെ പകരക്കാരനായി കൊണ്ടുവരുന്നു. ലുക്കാക്ക 1 ഗോൾ നേടുന്നു. തൊട്ട് പിന്നിൽ 89-ാം മിനിറ്റിൽ, അതായത് 3 മിനിറ്റിൻ്റെ ഇടയിൽ 2 ഗോളുകൾ നിറയൊഴിച്ച് ടൈൽമൻസും അതുപോലെ തന്നെ ലുക്കാക്കയും നേടിയ 2 ഗോളിന് സമനില പിടിക്കുന്നു. അതിനുശേഷമാണ് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നത്. എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയ അവിടെയും വീണ്ടും ടെൽമാൻ ഇവരുടെ രക്ഷകനായി എത്തുന്ന കാഴ്ചയാണ് ബെൽജിയം ഇന്നലെ കണ്ടുകൊണ്ട് നമ്മൾ ഈ കളി അവസാനിച്ചത്. പക്ഷേ എപ്പോഴും സെനഗലിന് ഒരു സാധ്യത ഉണ്ടായിരുന്നു. സെനഗലിന് എന്തോ എവിടെയോ ചില കാര്യങ്ങളിൽ പിഴവ് വന്നു. 2 ഗോൾ ലീഡ് നേടിയ സെനഗൽ, എനിക്ക് തോന്നുന്നു അതിനുശേഷം സെനഗലിൻ്റെ കളി ഒരല്പം ഡിഫെൻസീവായി പോയോ എന്നൊരു സംശയം. ആ ഡിഫെൻസീവ് ആയിപ്പോയതിൻ്റെ പിഴവിൽ നിന്നെടുത്താൽ തീർച്ചയായും ഉള്ള പഴുതുകൾ ബെൽജിയം, സാധാരണ റെഡ് ഡെവിൾസ് എന്ന് പറയുന്ന ബെൽജിയം, ഇന്നലെ അത് കൃത്യമായി സിയാറ്റിലിൽ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പുതിയ പ്ലെയേഴ്സ്, ക്യാമറയെ പോലുള്ളവർ സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നു സെനഗലിന്. അതുപോലെ മേബയ, സാർ, ഈ നേരത്തെ നമ്മൾ ഇസ്മായിൽ സാറിൻ്റെ ഒരു പ്രകടനമുണ്ടായിരുന്നു. ഡയറിയും ഇസ്മായിൽ സാലുമാണ് 27-ാം മിനിറ്റിലും 51-ാം മിനിറ്റിലും ഗോളുകൾ നേടിക്കൊണ്ട് സെനഗലിന് മുന്നിലെത്തിച്ചത്. പക്ഷേ എന്തായാലും സെനഗലിന് അത് ആധിപത്യം അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. ബെൽജിയം പിന്നിൽ നിന്ന് വന്ന് ഈ മത്സരം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ സിയാറ്റിലിൽ കണ്ടത്. ബെൽജിയത്തെ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായും ഇന്നലത്തെ മത്സരം ഒരു അതിഗംഭീരമായ തിരിച്ചുവരവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അത് അങ്ങനെ പറയാൻ കാരണം, സാധാരണ ബെൽജിയം നിര നമുക്കറിയാം, പല ലോകകപ്പുകളിലും നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ സുവർണ്ണ കാലഘട്ടത്തിൽ പോലും അവർക്ക് ഈ വലിയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെയും അതേ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു ടീം. ഇപ്പോൾ പൊതുവേ ഡിബ്രൈനെ പോലുള്ള താരങ്ങളും ട്രൊസാർഡും ഡിബ്രൈനും ലുക്കാക്കും എല്ലാം അവരുടെ ഒരു, പ്രത്യേകിച്ചും ഡിബ്രൈനും ലുക്കാക്കും അവരുടെ കരിയറിൻ്റെ തന്നെ അവസാന ഘട്ടത്തിലാണ്. ടെലിമാൻസ് ആയാലും വളരെ സീനിയറായ ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ താരങ്ങളുടെ ഒരു വേഗതക്കുറവും മറ്റും മുതലെടുത്തുകൊണ്ട് സെനഗൽ ഈ ലോകകപ്പിലെ ആഫ്രിക്കൻ ടീമുകളിൽ എനിക്ക് തോന്നുന്നത് ഘാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ടീം സെനഗലായിരുന്നു. സെനഗലിന് ഇപ്പോൾ ഘാനയെ പോലെയും മറ്റും വലിയ അധ്വാനിച്ച് കളിക്കുന്ന, അല്ലെങ്കിലും കുറേ കൂടെ ക്രിയേറ്റീവായ പ്ലെയേഴ്സ്, സാദിയോ മാനെ ആയാലും സാർ ആയാലും അത്തരത്തിൽ എൻഡിയെ പോലെയുള്ളവരായാലും കമാര ആയാലും എല്ലാം കുറേ കൂടെ ക്രിയേറ്റീവായി കളിക്കുന്ന താരങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഗുണം. അവരുടെ ഗോളുകൾ തന്നെ അതിന് തെളിവാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ ഒരു യൂറോപ്യൻ ടീമുകളോ ലാറ്റിൻ ടീമുകളോ കളിക്കുന്ന ശൈലിയിലായിരുന്നു അവരുടെ ഗോളുകൾ. വളരെ മികച്ച ക്രോസുകളിൽ നിന്നും മറ്റുമാണ് അവർ ആ ഗോള് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കളിക്കുന്ന സെനഗൽ മുന്നോട്ട് പോകാനുള്ള വലിയൊരു സാധ്യത ഇന്നലെ ഉണ്ടായിരുന്നു. 2 ഗോളിൻ്റെ ആധിപത്യം താങ്കൾ പറഞ്ഞതുപോലെ 80 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫെൻസീവ് ആവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ബെൽജിയം പോലുള്ള ഒരു ടീമിനെതിരെ ഫുൾ ടൈം അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. സ്വാഭാവികമായിട്ടും അവർ ബെൽജിയം പോലുള്ള ടീമുകൾ, യൂറോപ്യൻ ടീമുകൾ പല തന്ത്രങ്ങൾ മാറ്റുകയും അല്ലെങ്കിൽ എതിരാളിക്കനുസരിച്ച് മുന്നേറ്റത്തെ 2 ഗോൾ പിന്നിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നേറ്റത്തിൽ കൂടുതൽ താരങ്ങളെ കൊണ്ടുവന്ന് അവർ അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. സ്വാഭാവികമായിട്ടും സെനഗൽ 2 ഗോൾ അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ അത് ഫലവത്തായിട്ട് കളിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് പിഴച്ചു പോയത് ലുക്കാക്കു വന്നതോടുകൂടി ലുക്കാക്കുവിനെ മാർക്ക് ചെയ്യുന്നതിലും മറ്റും അവർ തീർത്തും പരാജയപ്പെടുന്ന ഒരു കാര്യം. സുദേശ്, ഒരു കാര്യം കൂടെ, ലുക്കാക്കയോടൊപ്പം ഇന്നലെ മൊറേറ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പം കളി ആകെ മാറുന്ന ഒരു കാഴ്ച. അതാണ്, മുന്നേറ്റ താരങ്ങൾ പകരം വന്നപ്പോൾ കുറച്ചുകൂടെ പുതിയ താരമാണ് മൊറേ. അദ്ദേഹത്തിന് കുറേ കൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളിയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ട്രൊസാർഡും ഡിബ്രൂയിനും ഒപ്പം തന്നെ ടെലിമാൻസും. ഇവർ ഇടത് വിങ്ങിൽ നിന്ന് അതിഗംഭീരമായിട്ട് കളിക്കാൻ ഇവർക്ക് പിന്നീട് സാധിച്ചു. സെക്കൻഡ് ഹാഫിൽ ഒരു ഘട്ടത്തിൽ കൂടുതൽ അവസരങ്ങൾ, ലുക്കാക്കുവിന് പോലും അവസരം കിട്ടുന്നത് ഇടത് വിങ്ങിൽ നിന്നൊരു ഒരു പാസിൽ നിന്നാണ് ലുക്കാക്കു ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ ഡിബ്രൂയിൻ കഴിഞ്ഞ കുറേ നാളുകളായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് മാറിയ ശേഷം ഡിബ്രൂയിൻ്റെ ഒരു പ്രതിഭ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലോകത്ത് ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും നന്നായിട്ട് പന്ത് അസിസ്റ്റ് നൽകാൻ പറ്റുന്ന
താരമാണ് ഡിബ്രൈൻ തീർച്ചയായിട്ടും. അല്ല, അപൂർവം കളിക്കാരിൽ അതെ അതെ, നാപ്പോളിക്കാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ പോയി, അത് പല മത്സരങ്ങളിലും ഫോം ഔട്ട് ആയതുകൊണ്ടാണ്. മെസ്സിയെ പോലെയാണ്, മെസ്സിയുടെയും കളി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, പക്ഷേ എങ്കിൽ പോലും ഫോം ഔട്ട് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ടൂർണമെൻറ്റിൽ തന്നെ ഡിബ്രൈൻ ഇതുവരെ വലിയ ഫോമിലേക്ക് ഉയർന്നില്ല. പക്ഷേ ബെൽജിയത്തിന് ആവശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോമിലെത്തുക എന്നുള്ളത്. അത് ഇന്നലെ നമ്മൾ കാണുകയാണ്. ഡിബ്രൈൻ ഫോമിലെത്തുന്നു, അതോടുകൂടി ടീമിന് ഒരു കുറേ കൂടെ ഒത്തിണക്കവും ഒരു ധാരണയുണ്ടാകുന്നു. അതിൻ്റെ ഫലമാണ് അവസാന നിമിഷം അത് ഏറ്റവും വേണം ലുക്കാക്കുവിൻ്റെ ഗോളുകളേക്കാൾ എടുത്തു പറയേണ്ടത് ടെലിമാൻസിൻ്റെ ആ പെനാൽറ്റി ആയിരുന്നു. അത് വളരെ ഒരു സമ്മർദ്ദവും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. നമുക്കറിയാം ടെലിമാൻസിന് അതിനുള്ള എക്സ്പീരിയൻസ് ടെലിമാൻസിനുണ്ട്. ടെലിമാൻസ് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ വളരെ ടഫായ ഒരു ലീഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് 11 കളിക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ ഒരു 10ലധികം വർഷങ്ങളായിട്ട് ബെൽജിയം നിരയിൽ കളിക്കുന്നുണ്ട്. ആ ഒരു പരിചയ സമ്പത്ത് അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ആ പെനാൽറ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. സുധേഷ്, ഇന്നലെ നമ്മൾ വാറിനെ കൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഇന്നലെ വാർ ഡിസിഷനിൽ ഗോള് ഇല്ലാതായി. അതെ, ഫൗള് കണ്ട് ഒരു റെഡ് കാർഡ് നമ്മൾ കണ്ടു ഒരു കളിയിൽ. അതിനുശേഷം ഒരുപാട് തീരുമാനങ്ങൾ ഇന്നലെ വാർ നിരയിലെടുത്തു. ഈ വാറിൻ്റെ ഇൻക്ലൂഷൻ എങ്ങനെയാണ് കളിയെ ബാധിക്കുന്നത്? അതിപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ കാണണം. ഒന്നെന്ന് വെച്ചാൽ, ഒന്ന് ഫുട്ബോൾ കളത്തിൽ നീതി ലഭിക്കുക എന്നുള്ള എല്ലാത്തിനും മേലെയാണ്. ഇപ്പോൾ നമുക്ക് പറയാം, മറഡോണ എന്തെല്ലാം പ്രതിഭ കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോഴാണ് മറഡോണയെ, ഞാൻ അതുകൊണ്ട് മാത്രമല്ല, മറഡോണയുടെ കളിയും ഗോളുകളും എല്ലാം മികച്ചതാണ്, എന്നാലും അതിനൊപ്പം നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വിവാദം. അതെ, ഇപ്പോൾ ഡേവിഡ് ബെക്കാമിനെതിരെയുള്ള അർജൻറ്റീനയുടെ ഫൗള് ഒരു കാലത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പലതരം അതെ അതെ, ഗോൾ വരെ കടന്ന ശേഷം ഗോൾ അനുവദിക്കപ്പെടാതെ ഉണ്ടായ അവസരങ്ങൾ ജർമ്മനി പോലുള്ള ടീമുകൾക്ക് അത്തരം അവസ്ഥ ഉണ്ടായിരുന്നു. അതെ, സുവാറസിൻ്റെ കൈകൊണ്ട് തടയുന്ന പിന്നെ ഒരു കിക്ക്, അത് ആ തവണ ഘാന അവർ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീമാവേണ്ട ഒരു ടീമായിരുന്നു, പിന്നീട് മൊറോക്കോ എത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫുട്ബോൾ കളത്തിൽ നിർണായക മത്സരങ്ങളിൽ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ അനീതി ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു ചീത്തപ്പേരായിരുന്നു. അത് മാറ്റാൻ വേണ്ടി പുതിയ കാലത്തെ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു, ക്രിക്കറ്റിൽ നിന്നും മറ്റും നമ്മൾ വളരെ വിപുലമായിട്ട് കാണുന്നതാണ്. അത് വളരെ വൈകിയാണ്. ഫിഫ പൊതുവെ ഒരു പാരമ്പര്യത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഫിഫയ്ക്ക് വലിയ മടിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ലോകകപ്പ് അതിന് വലിയ അപവാദമാണ്. അവർ വലിയ ചേഞ്ചാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ടെക്നിക്കലായ ഹെൽപ്പ് നേടുന്നതിൽ. ഈവൻ റഫറിമാർ ക്യാമറ വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം വന്നത് നല്ല സൂചന തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, കളിയുടെ ഒഴുക്കിനെ പലപ്പോഴും ഇത് വല്ലാതെ ബാധിക്കുന്നു. ഈ ഡിസിഷൻ എടുക്കാനുള്ള സമയം, റഫറി വാറിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള സമയം, അതിനിടയിലുള്ള തർക്കങ്ങൾ, വാറിൽ തന്നെ ചിലപ്പോൾ വീഡിയോ റഫറിമാർക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ ഗ്രൗണ്ട് റഫറി തന്നെ വന്ന് വീഡിയോ കണ്ട് പിന്നീട് തീരുമാനം എടുക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ അതിന് കുറേ കൂടെ അതിനുള്ള സമയക്കുറവ്, ഇത്ര സമയം കൊണ്ട് ഈ തീരുമാനം എടുക്കണം എന്നുള്ള നിലയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ്. പെർഫെക്ഷൻ. അതെ അതെ, നമുക്കറിയാം ഇപ്പോൾ ഡ്രിങ്ക്സ് ബ്രേക്കും മറ്റുമൊക്കെ വന്ന ശേഷം ഫുട്ബോളിൻ്റെ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പല ടീമും ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മറു ടീം പുതിയ തന്ത്രം കൊണ്ടുവരാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ള വലിയ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ ആ പരാതി കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ഫുട്ബോളിൻ്റെ സൗന്ദര്യം, കളിയുടെ സൗന്ദര്യം, ഒഴുക്ക് നഷ്ടപ്പെടാതെ വേണമെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അങ്ങനെ ബെൽജിയം കടന്നിരിക്കുന്നു അവസാന 16. അവരിനി നേരിടേണ്ടത് USA. തൊട്ടടുത്ത കളി USA ബോസ്നിയ കളിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാർക്ക് ഫുൾ ഞാൻ കൊടുക്കുന്നത് ബോസ്നിയയ്ക്കായിരിക്കും. പ്രത്യേകിച്ച് മത്സരം, അതികഠിനമായ മത്സരം, അത് വളരെ ലാഘവത്തോടു കൂടി തന്നെ ബോസ്നിയ നേരിട്ടു എന്നുള്ളതാണ് ആ മത്സരത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. സാൻ ഫ്രാൻസിസ്കോയിലെ എല്ലാ കാണികളിലെയും ശരിക്കും കോരിത്തെരിപ്പിച്ച ഒരു മത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് 90% USA ആരാധകർ മാത്രമാണ് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മാത്രമാണ് USA മുന്നോട്ട് നിൽക്കാൻ. മുൻപുള്ള മത്സരങ്ങളെല്ലാം നോക്കണം, ആദ്യത്തെ 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ USA ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം USA-ക്ക് 45-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഗോളടിച്ചതും ബലോഗൻ എന്ന് പറഞ്ഞ അവരുടെ 20-ാം നമ്പർ താരം. അതിനു മുമ്പ് അദ്ദേഹം ഒരു ഗോൾ നേടി, പക്ഷേ അത് വാർ ഡിസിഷനിൽ അത് ഗോളല്ല എന്ന് വിധി വന്നു.
അതിനുശേഷം അതേ വാർ തന്നെ പിന്നീട് അദ്ദേഹത്തെ റെഡ് കാർഡ് നൽകി പുറത്താക്കുന്നതും നമ്മൾ കണ്ടു. ഒരു ഫൗളിന് അദ്ദേഹത്തെ ഇന്നലെ ഡയറക്റ്റ് റെഡ് കാർഡ് നൽകി പുറത്താക്കുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ ആതിഥേയരായ USA അടുത്ത മത്സരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൽജിയത്തെ നേരിടാൻ തയ്യാറാകുമ്പോൾ ബോസ്നിയയുമായുള്ള മത്സരത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തും? ഇന്നലത്തെ മത്സരത്തിൽ ഏകദേശം ഒരു തുല്യശക്തികളുടെ പോരാട്ടം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ USA അവരുടെ ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് മുതലെടുത്തിട്ട് അവർ ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട കുറേ കൂടെ ക്രിയേറ്റീവായി കളിക്കുന്ന ഒരു US-നെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അത് ശരിയാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഈ കാണികളുടെ ഒരു ആവേശം അവരെ ഗ്രൗണ്ടിൽ അവർ ടീം ഫോമിലല്ലാതിരുന്നിട്ടും ഒത്തിണക്കത്തോടെ കളിക്കാതിരുന്നിട്ടും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ കാണുന്ന പോലെ ഈ നോക്കൗട്ട് മത്സരങ്ങളെ കാണരുത് എന്നുള്ളതാണ്. ബോസ്നിയയ്ക്ക് പറ്റിയ പിഴവ് അതാണ്. ബോസ്നിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം ക്വാളിഫയിങ് റൗണ്ടിൽ ഇറ്റലിയെ പോലുള്ള ടീമുകളെ പിന്നിലാക്കി വന്നതാണ്. ഒരിക്കലും അവരെ കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ശക്തി അവർ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ കാണിച്ചതെന്ന് സംശയമാണ്. അവസാന ഘട്ടത്തിലാണ് അവർ ഗ്രൂപ്പ് ഘട്ടത്തിലൊരു ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ ആ ടീമിൽ നിന്ന് കുറേ കൂടെ നല്ലൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. ഈ അമേരിക്കൻ ടീമിൻ്റെ ഒരു ആവേശത്തിന് ഒപ്പം നിൽക്കുന്ന രീതിയിൽ കുറേ കൂടെ അഗ്രസീവായി കളിക്കാൻ ഒരു ഗോൾ വഴങ്ങുന്നു. അമേരിക്കയ്ക്കെതിരെ ഒരു ഗോൾ വഴങ്ങുന്നു. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ബലോഗനെ പോലുള്ള ഒരു താരത്തെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു. അവിടെ ബലോഗൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഒരു ആക്രമണം ശൈലി സ്വീകരിക്കണമെങ്കിൽ അത് ബലോഗൻ ആവശ്യമായിരുന്നു. അങ്ങനെ പെരിസിച്ചിനെ പോലുള്ള താരങ്ങൾ അവർക്ക് മധ്യനിരയിൽ നല്ല രീതിയിൽ പങ്കു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ കഴിഞ്ഞ അമേരിക്കയുടെ മുൻ കളികളിലും ബലോഗൻ തന്നെയായിരുന്നു അവരുടെ മുന്നേറ്റത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ താരം, ഗോൾ നേടിയ താരം. ബലോഗൻ ആ ഫൗളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് രണ്ട് പക്ഷമുണ്ട്. അത് കാഴ്ചയിൽ അത് വളരെ ക്രൂരമായൊരു ഫൗളാണ്, തീർത്തും നടപടി അറിയിക്കുന്നതാണ്. പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. പക്ഷേ ഇപ്പോഴത്തെ പുറകിൽ നിന്നാണ് ചവിട്ടുന്നത്. സ്വാഭാവികമായിട്ട് പുറകിൽ നിന്ന് ചവിട്ടുമ്പോൾ കുറേ കൂടെ കടുത്ത ശിക്ഷയാണ്, ഡയറക്റ്റ് റെഡിനുള്ള സാധ്യതയാണ്. അത് നമ്മൾ ആ കാഴ്ച കാണുമ്പോൾ അത് ബോസ്നിയൻ താരത്തിൻ്റെ കാല് കംപ്ലീറ്റ് ഒടിഞ്ഞു മടങ്ങുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. ഈ ശിക്ഷ കിട്ടിയത് ഒരു താരത്തിൻ്റെ കുറവ് വന്നപ്പോൾ അത് മുതലെടുക്കാൻ ബോസ്നിയയ്ക്ക് കഴിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ അമേരിക്കയുടെ ഈ കാണികളെ കൂട്ടുപിടിച്ചുള്ള ഒരു ആവേശം അവരെ സഹായിച്ചു. അമേരിക്ക ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ടീം തന്നെയാണ്. അവർക്ക് ഒരു ടീമായി കളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത. തീർച്ചയായും അവരുടെ ശക്തി പരീക്ഷിക്കപ്പെടും അടുത്ത മത്സരത്തിൽ ബെൽജിയവുമായിട്ട്, അത് യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാന കാര്യം ഇന്നലെ ടിൽമാൻ നേടിയ ഗോളാണ്. 82-ാം മിനിറ്റിൽ ഒരുപക്ഷെ വിജയം ഉറപ്പിച്ച ഒരു ഗോൾ. ആ ഗോളോടുകൂടി USA ബോസ്നിയയെ മറികടന്ന് ബെൽജിയത്തെ നേരിടാനായി തയ്യാറാകുമ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് കൂടി നമ്മളൊന്ന് കണ്ണോടിക്കണം. അവസാന 32-ൽ അവസാന റൗണ്ട് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് അതായത് നാളെ 12:30 നമ്മുടെ നാളെയാണ് 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഈ മത്സരം ലോസ് ഏഞ്ചൽസിലാണ്. അതിനുശേഷം പോർച്ചുഗൽ ക്രൊയേഷ്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരം. ആരാണ് മുന്നോട്ട് വരിക? ക്രൊയേഷ്യ ആകുമോ പോർച്ചുഗലാകുമോ? ക്രൊയേഷ്യ മുൻ ചാമ്പ്യന്മാരാണ്. പോർച്ചുഗലിന് കപ്പ് കൂടിയേ തീരൂ എന്നുള്ള ഒരു അവസ്ഥയിൽ റൊണാൾഡോ നിൽക്കുന്ന സമയം. ഇതിൽ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചവർ, പണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരുമിച്ച് കളിച്ച രണ്ട് സഹകളിക്കാർ അല്ലേ, റൊണാൾഡോയും ഒപ്പം മോഡ്രിച്ചും. ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കും എന്ന് കാണാം. 4:30 മണിക്കാണ്, വെളുപ്പിന് 4:30 മണിക്കാണ് ആ മത്സരം. അത് ടൊറോണ്ടോയിലാണ്. അതിനുശേഷം സ്വിസ് അൾജീരിയയെ നേരിടും വാൻകൂവറിൽ. അത് രാവിലെ 8:30 ഈ മത്സരം. ഈ മത്സരങ്ങളുടെ അവലോകനവുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സുദേശ്.